എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഞാൻ 2026 ഡിസംബർ 2-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത്. അന്ന് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നും വരുന്നു, പള്ളിക്കത്തോട് എന്ന പഞ്ചായത്തിൽ നിന്ന്. എൻ്റെ പേര് ഗംഗാദേവി. ഇതെൻ്റെ മകൻ്റെ കൊച്ചാണ്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്, എനിക്ക് വർഷങ്ങളായിട്ട്, അതായത് 25 വർഷം ഞാൻ വീട് പണിതിട്ട് അടുപ്പ് ഇട്ടു, എങ്കിലും എനിക്ക് അത് കത്തിക്കുന്നുണ്ട്, എങ്കിലും എനിക്ക് ഭയങ്കര ബാധ്യതകളായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ അയൽപക്കത്തു നിന്നും വരുന്നവരെല്ലാം തന്നെ എനിക്ക് ഇവിടുത്തെ പത്രം തരുമായിരുന്നു വായിക്കുവാനായിട്ട്. ഞാനത് വായിക്കുമായിരുന്നു, എങ്കിലും എനിക്കിവിടെ വരാൻ ഭയങ്കര ആഗ്രഹമാണ്. തന്നെ വരാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു. അപ്പോൾ അടുത്തുള്ളവരൊക്കെ പോകുമ്പോൾ പറയും കൊണ്ടുപോകാം എന്ന് പറയും. ഒരു ദിവസം ഞാൻ രാവിലെ ബസ് കയറി പോകുന്ന സമയത്ത് എന്നോട് ഇതുപോലെ പോരുന്നോ എന്നൊരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു പോരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നും നിങ്ങൾ എടുക്കണ്ട, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ എടുക്കും, എനിക്കിനി ഒന്ന് കൂടെ കൊണ്ടുപോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി. കാരണം എനിക്ക് ഇവിടെ വന്ന് അമ്മയെ കാണണമെന്ന് അതിയായ ആഗ്രഹം വർഷങ്ങൾ കൊണ്ടുള്ളതാണ്. പക്ഷേ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് വരാൻ പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് എന്തോ അത് തോന്നിയില്ല, എൻ്റെ സമയം ഇവിടെ വരാനായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി അമ്മയോട് ഞാനിത് വൈകിട്ട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഭയങ്കര സങ്കടമായി, എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്ക് അമ്മയുടെ അടുക്ക പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായ സങ്കടം. ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. വൈകിട്ട് കിടക്കാൻ നേരം എനിക്ക് ഭയങ്കര സങ്കടം വന്ന് ഞാൻ കരഞ്ഞു. അപ്പോൾ എന്നോട് കൊച്ചു ചോദിച്ചു, അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായല്ലേ? ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. രാത്രിയിൽ ഞാൻ ഒന്നും ഉറങ്ങിയിട്ടില്ല, എനിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്കിവിടെ വരാൻ പറ്റാത്ത വിഷമം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാനിത് വൈകിട്ട് കിടന്നപ്പോൾ പറഞ്ഞു. അവർ വരാനായിട്ട് ഒന്നും തീരുമാനിച്ചിരുന്നതല്ല. രാവിലെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പോരുന്നെങ്കിൽ പോരുതേ, ഞങ്ങൾ പോകാൻ തീരുമാനിച്ചെന്ന്. അന്നേരം സമയമില്ല, അവരൊരുങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് മകനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ പോകുക, എന്നെ അവരുടെ വീട്ടിൽ വരെ ഒന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വരുന്നു. ഉടമ്പടി എടുക്കണം എന്നുള്ള തീരുമാനത്തിലൊന്നുമല്ല ഞാനിവിടെ വന്നത്. എനിക്ക് നല്ല കടബാധ്യത മൂലം എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്ന് ഈ അമ്മയുടെ മണ്ണിൽ ചവിട്ടി കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ശരീരത്തെന്തോ ഒരു ഇടിമിന്നലേക്കുന്ന പോലൊരു സ്പർശനം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് എനിക്ക് ഇതുവരെ കടബാധ്യത എന്താണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുമില്ല, എനിക്കൊട്ട് അതേക്കുറിച്ചുള്ള ചിന്തകളും വന്നിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അയൽവക്കത്തുള്ള എല്ലാം ക്രിസ്ത്യൻസുകളാണ്. അവരെല്ലാം എന്നോട് പറഞ്ഞു, എന്തിനാണ് ഉടമ്പടി എടുത്തത്? നിങ്ങൾക്കിത് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ എനിക്ക് അതിലും വലിയ വിഷമമായി. ഞാൻ ഉറച്ചവരോട് പറഞ്ഞു, ഞാൻ ഹിന്ദുവാണെങ്കിൽ ഞാൻ അവിടെ മാതാവിൻ്റെ ജാതിയും മതവും ഒന്നുമില്ല, ഞാനിത് വിശ്വസിച്ച് എനിക്ക് ചെയ്യാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഞാനിതെടുത്തത്. ഇത് പൂർത്തീകരിച്ച് എനിക്ക് എന്നുവരെ ഇവിടെ നടന്നു വരാൻ എത്തുന്ന അത്രയും കാലം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കും. മാതാവിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അതുമുതൽ 2026 ഡിസംബർ 22-ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ ഈ അൽത്താരയിൽ നിന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, എൻ്റെ ഒരുപാട് ചെറുതും വലുതുമായ കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. 25 വർഷം കഴിഞ്ഞ് അടുക്കളയുടെ ബുദ്ധിമുട്ടിൽ നിന്നിരുന്ന അടുക്കളയുടെ പൊളിച്ചു മാറ്റി എനിക്ക് വേറൊരു അടുക്കള ഉണ്ടാക്കാൻ സാധിച്ചു. അതിൽ ഇതുവരെ ഞാൻ തിരിച്ചടിച്ചില്ല. കാരണം ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ തീ കൊളുത്തുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മുറ്റത്ത് തീ കൊളുത്തിയാണ് കഞ്ഞി മാത്രം വെക്കുന്നത്. അവിടെ നിന്ന് ഇത്രത്തോളം എൻ്റെ എല്ലാ കാര്യങ്ങളിലും മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. എൻ്റെ ഈ കൊച്ചിനെ മുഖത്തൊരു ചൊറിച്ചിലും പാടുമായി വന്ന് കണ്ടമാനം ചൊറിഞ്ഞു പൊട്ടി പല 4 ആശുപത്രി തോറും ഞങ്ങൾ നടന്നിട്ട് ഇവൾക്കൊരു കുറവും വരുന്നില്ല. ഇവിടെ നിന്നും ഞാൻ മാതാവിൻ്റെ
ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും എണ്ണയും ആ തൈലവും പുരട്ടി പൂർണ്ണമായിട്ട് ഇവൾക്ക് ഭേദം വന്നു. ഇവൾക്ക് സ്കൂളിൽ പോകാൻ മടിച്ചു നിന്നു. കൂട്ടുകാർ പകരുമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് കളിയാക്കുകയും ചെയ്തതിന് മൂലം ഇവൾ സ്കൂളിൽ കുറച്ച് ദിവസം പോകാതെ പോലും ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഡിസംബർ 15 ഞാനൊരു ഡേറ്റ് മാതാവിനോട് പറഞ്ഞു, ഈ 15-ന് മുമ്പായി നിൻ്റെ ഈ അസുഖം പൂർണ്ണമായും മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിപ്പിച്ച് പറഞ്ഞു. ഇവൾ വിശ്വസിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറയും, അമ്മ പെട്ടെന്ന് പ്രാർത്ഥിക്കുക, ഈ അസുഖം ഒന്നും മാറുന്നില്ല. ഇവൾ ജനലിൻ്റെ വെളിയിലോട്ട് നോക്കിയിരിക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇവൾക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ഒരനുഗ്രഹം മാതാവ് ഇവൾക്ക് കൊടുക്കണം, മാതാവിലേക്ക് ഇവൾ കൂടുതൽ അടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ അസുഖം പൂർണ്ണമായും മാറി. ഇപ്പോൾ അവൾക്ക് എന്നിൽ കൂടുതൽ വിശ്വാസം മാതാവിൽ അവൾക്കാണ്. സന്ധ്യയ്ക്കാണേലും കിടക്കാൻ നേരവും വെളുപ്പിനെയും പ്രാർത്ഥനയിൽ ഇവളാണ് എല്ലാ കാര്യത്തിലും മുൻപിൽ വന്ന് നിൽക്കുന്നത്. അതുപോലെ എൻ്റെ 38 വർഷം മുമ്പ് ഞാൻ സ്ഥലം വാങ്ങി. എനിക്കറിയത്തില്ലായിരുന്നു അത് പേര് കൂട്ടണമെന്ന് എനിക്കറിയത്തില്ല. അതിത്രയും കാലമായിട്ട് പേര് കൂട്ടാതെ കിടന്നത് ഈ കഴിഞ്ഞ ദിവസം എനിക്കത് പേരിൽ കൂട്ടി എൻ്റെ കയ്യവകാശമായി എനിക്ക് വയ്ക്കുവാൻ സാധിച്ചു. അതുപോലെ ചെറുതും വലുതുമായ ഒരേ ആഗ്രഹങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു തന്നു. എനിക്ക് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. എനിക്കെന്ത് ബുദ്ധിമുട്ട് വന്ന് ഞാൻ തിങ്കളാഴ്ചയാണെങ്കിൽ ഞാൻ പറയും, മാതാവേ നാളത്തെ കാര്യം എങ്ങനെയാണ്, കൊച്ചിൻ്റെ ഫീസ് കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ രാവിലെ എനിക്കറിയത്തില്ല എവിടെ നിന്നാണേലും മാതാവ് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരുത്തിയിട്ടില്ല. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രേക്ഷണ പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുന്ന ഈ പത്രം വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഓരോരുത്തരുടെയും കൈകളിൽ എത്തിക്കുന്നത്. എനിക്ക് നാണക്കേടല്ല, അഭിമാനമാണ് ഈ പത്രം കൊടുക്കുമ്പോൾ തോന്നുന്നത്. പിന്നെ ഞങ്ങൾ 10 വർഷം കഴിഞ്ഞു, 22 വർഷമായി തുടങ്ങിയിട്ട്. ഞങ്ങളൊരു ട്രസ്റ്റ് വനിതകൾ മാത്രം നടത്തി വരുന്നതാണ്. അത് രജിസ്റ്റർ ചെയ്തിട്ട് 10 വർഷമായി. ഇപ്പോൾ 136 ഭവനങ്ങളിൽ ആഹാര സാധനങ്ങളും അവർക്ക് വേണ്ടുന്ന മരുന്നുകളും കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ചെറുതും വലുതുമായ കാര്യങ്ങൾക്കായി എൻ്റെ അടുക്കൽ വരുന്ന മുഴുവൻ ആൾക്കാർക്കും ഞാൻ സഹായം ചെയ്തു കൊടുക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഉറച്ചു വിശ്വസിച്ചാൽ നമ്മളെ കൈവിടുകയില്ലാത്ത ഒരേ ഒരാൾ നമ്മുടെ മാതാവും ഈശോയുമാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹം പോലെ നിങ്ങൾക്കും ആഗ്രഹങ്ങൾ കിട്ടും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി എടുക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരുടെ നിയോഗങ്ങൾ ഓരോന്നും മാതാവ് സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു കാര്യവും ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കാലിൽ ചൊറിഞ്ഞു പൊട്ടി വന്നിട്ട് ഇതുവരെ ഞാനൊരു മരുന്ന് മേടിക്കാനോ അത് ശ്രദ്ധിക്കാനോ ഞാൻ പോയിട്ടില്ല. എൻ്റെ ഒരു കാര്യവും നടത്തി തരണമെന്ന് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ഉടമ്പടി എടുക്കുന്ന മാതാവിൻ്റെ അടുക്കൽ വരുന്ന മുഴുവൻ മക്കളെയും അനുഗ്രഹിച്ച് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ് ഞാൻ മാതാവിനോട്. എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം 4-ാം തിരുവചനം. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടും വെയിലിൽ തണലും. ഗംഗാദേവി എന്ന ഈ അമ്മ തൻ്റെ പേരക്കുഞ്ഞിനോടൊപ്പം എന്ന് ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ഗംഗാദേവിയുടെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഗംഗാദേവിക്ക് വിഷയമല്ല പ്രധാനം, ദൈവമാണ് പ്രധാനം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നിൻ്റെ വിഷയം, നിൻ്റെ ഇമ്പോർട്ടൻസ് നിൻ്റെ വിഷയത്തിലാണ്. നിൻ്റെ വസ്തു, നിൻ്റെ മക്കൾ, നിൻ്റെ ജോലി, കുഞ്ഞ്, വിവാഹം, വീട്, PR, പെൻഷൻ, ഇതൊക്കെയാണ് വിഷയങ്ങളാണ് നിനക്ക് പ്രധാനമെങ്കിൽ നിനക്ക് ദൈവത്തെ സ്നേഹിക്കുക അസാധ്യമാണ്. ഈശോ തന്നെ പറയുന്നു, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ സാധ്യമല്ല എന്ന്. ഗംഗാദേവി അത് അച്ചിട്ടതുപോലെ തൻ്റെ ജീവിതത്തിൽ നിന്ന് നിവർത്തിക്കുകയാണ്. പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഘോരഘോരം സംസാരിക്കുവാനും ഈശോ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ആരാണെന്ന് വ്യക്തമായി പറയുവാനും ഗംഗാദേവിക്ക് സാധിക്കുന്നത് ഉടമ്പടിയുടെ ഒരു ബോധ്യത്തിൻ്റെ സാക്ഷ്യത്തിലൂടെയാണ്. ഗംഗാദേവിക്ക് ലഭിച്ചിരിക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങളിൽ വളരെ ചുരുക്കം മാത്രമാണ് ഇവിടെ പ്രസ്താവിച്ചത്, ഇവിടെ ഏറ്റുപറഞ്ഞത്.
വളരെ കടബാധ്യതയുള്ള ഒരവസ്ഥയിലാണ് ഗംഗാദേവി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കൊന്ന് വരാൻ അത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തേണ്ട സമയം ഈശോ തന്നെ തൻ്റെ പിതാവിനാൽ അല്ലാതെ തന്നെ ആരും തന്നെ ഇവിടെ എത്തുകയില്ല എന്ന് ഈ അമ്മയ്ക്ക് ബോധ്യമുണ്ട്. അങ്ങനെ പിതാവ് ആകർഷിച്ച ആ സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുവാനും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനുമായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചു. 25 വർഷത്തോളമായിട്ട് ഈ അമ്മയുടെ വീട്ടിലെ ഒരു അടുക്കളപ്പണി കംപ്ലീറ്റ് ആകാതിരുന്ന ഒരവസ്ഥയിൽ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിൻ്റെ 1 മാസത്തിനുള്ളിലാണ് ഇവരുടെ കുടുംബത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നതെന്ന് ഈ അമ്മ പ്രസ്താവിക്കുകയാണ്, ഏറ്റുപറയുകയാണ്. അവിടെ ഇനി അടുപ്പ് പൂട്ടി അവിടെ ആഹാരം വയ്ക്കുന്നതിന് മുൻപേ ഇവിടെ വന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ആ അടുക്കള ഉപയോഗിക്കാൻ തുടങ്ങുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിലാണ്, ഉറച്ച വിശ്വാസത്തിലാണ് ഈ അമ്മ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതത്തിൽ ജീവിതഭാരം ലഘൂകരിച്ച ഒരു സൗഖ്യം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണ്. പേരക്കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ. 1 മാസത്തോളം ഈ കുഞ്ഞ് വളരെ നാണക്കേടോടുകൂടി കുഞ്ഞ് അവിടെ വന്ന് സാക്ഷി സ്ഥിരീകരണത്തിനായി വന്നപ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മാത്രം 1-2 മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മുഖവും ശരീരവും മൊത്തം ഒരു വെള്ള പാണ്ടുപോലെയുണ്ടായിരുന്ന ആ ശരീരമാണ് ഇന്ന് മനോഹരമായി ഈശോ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നത്. മരുന്നും ലേപനവുമില്ലാതെ എവിടെ നിന്ന് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലത്തിലൂടെയാണ് ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചതെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുഞ്ഞ് ഇപ്പോഴും പരിശുദ്ധ അമ്മയോടും ഈശോയോടും സംസാരിക്കുകയാണ്. സ്വന്തമായ ആരോടോ സംസാരിക്കുന്നത് പോലെ ഇന്ന് എല്ലാം ഏറ്റുപറയാനുള്ള സംസാരിക്കുവാനുള്ള ഒരു ജീവിത അവസ്ഥയിൽ ഇന്ന് ഈ കുഞ്ഞ് ജീവിക്കുന്നത് കൊണ്ട് തൻ്റെ ഏറ്റവും സ്വന്തമായിട്ടുള്ളത് ഈശോയും പരിശുദ്ധ അമ്മയുമാണെന്ന് മകൾ ഏറ്റുപറയുകയാണ്. അതുപോലെ 38 വർഷമായിട്ട് ഈ അമ്മയ്ക്ക് ലഭിക്കാതിരുന്ന വസ്തു പ്രമാണം ഈ ഉടമ്പടി എടുത്തപ്പോഴാണ് 1 മാസത്തിനുള്ളിൽ ഈ അമ്മയ്ക്ക് 1 മാസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത 1 മാസത്തിനുള്ളിൽ ഒരുപാട് പെട്ടെന്നുള്ള സാധ്യതകളും സൗഖ്യങ്ങളുമാണ് ഈ അമ്മയ്ക്ക് ലഭിച്ചത്. അമ്മ ഏറ്റു പറയുന്നത് പോലെ ഇന്ന് എനിക്ക് വിഷയമല്ല, ഞാൻ ലോകത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഇവിടുത്തെ കൃപാസനം പത്രം ഈശോയെ തന്നെ കൈമാറിക്കൊണ്ട് നൽകുന്നു. നമുക്കും അങ്ങനെയുള്ള മിഷണറി ആകാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മ ഇന്ന് നമുക്കെല്ലാവർക്കും വലിയൊരു ഉദാഹരണമാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഗംഗാദേവിക്കും കുഞ്ഞിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.